എന്തുകൊണ്ട് നമുക്ക് ഈ നിസ്കാരത്തിൽ, സ്വലാത്തിൽ, അമലുകളിൽ ആനന്ദം കിട്ടുന്നില്ല? അതിൻ്റെ ഒരു കാരണം, കുറേ കാരണമുണ്ട്, എല്ലാം കൂടുതൽ പറയാൻ പറ്റില്ല. ഒരു കാരണം പറയാം. അതെന്താ? ഇപ്പോൾ ഒരാൾ ഫുട്ബോൾ കളിക്കുകയാണെങ്കിൽ, ഫുട്ബോൾ, ക്രിക്കറ്റ് കളിക്കുന്ന സമയത്ത് അഥവാ കാലിൽ ഇടിച്ചിട്ട് കാലിനൊരു നല്ല പരിക്ക് പറ്റിയാൽ പിന്നെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഓടൂലേ, അല്ലേ? പിന്നെ വീട്ടിലെത്തി കുളിക്കുമ്പോഴേ കാണുമ്പോൾ കുറച്ചുകൂടെ മുഴച്ച് വന്നിട്ടുണ്ട്. ഇവിടെ ചിലപ്പോൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുമ്പോൾ എല്ല് ചതവ് വരെ കുടുങ്ങിയിട്ടുണ്ട്. ഇതുപോലും അറിയാതെ ഫുട്ബോൾ കളിച്ച് പൂർത്തിയാക്കാറുണ്ട്. ഉണ്ടോ ഇല്ലേ? അതെന്താ സംഭവം? ലയനമാണത്. മനസ്സിലായോ? എന്തുകൊണ്ടാണ് ഫുട്ബോളിൽ ലയനം കിട്ടുന്നത്? ഫുട്ബോൾ കളിക്കുമ്പോൾ നമ്മൾ ഈ ഫുട്ബോൾ കൊണ്ട് എൻ്റെ ഊരവേദന മാറ്റണമെന്ന് നീയത്ത് വെക്കാറില്ല. ഫുട്ബോൾ നിരുപാധികം അത് ലയനത്തിന് വേണ്ടി ഫുട്ബോളിനോടുള്ള പ്രണയം കൊണ്ട് കളിക്കണത്. സ്വലാത്ത് അല്ലെങ്കിൽ നല്ല മജ്‌ലിസിൽ പോയിരുന്നാൽ അപ്പോൾ ദുനിയാവിൻ്റെ കുറേ കാര്യം ലിസ്റ്റാക്കിയിട്ട് കൊണ്ടുവരും. അതാ പ്രശ്നം. അതൊക്കെ ഒഴിവാക്കിയിട്ട് നല്ല ഒരു 10 സ്വലാത്തിൽ നോക്കി, ഖുർആൻ പാരായണം ചെയ്തു നോക്കി. അള്ളാഹു ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് കൊടുത്ത പ്രണയത്തിൻ്റെ മഹാ അനുഭവങ്ങളാണ് ഈ ഖുർആൻ എന്ന് പറയുന്നത്. അത് നമ്മൾ റസൂലുള്ളാഹിന്റെ ഉമ്മത്തിൽ പെട്ടതുകൊണ്ട് നമുക്ക് കിട്ടിയതാണ്.